സംഘർഷങ്ങൾ ഒഴിയാത്ത ഇറാനെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കാൻ അമേരിക്കൻ നാവിക സന്നാഹം ഗൾഫ് മേഖലയിലേക്ക് നീങ്ങുന്നതായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നു. സൈനിക നടപടികൾക്ക് സാധ്യത കുറവാണെന്നായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ട്രംപ് പറഞ്ഞത്. അതിന് വിരുദ്ധമായ നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത്. പ്രതിഷേധക്കാർക്ക് വധശിക്ഷ നൽകുന്ന ഇറാൻ നിർത്തിയെന്ന് അറിയിച്ചതിനെ തുടർന്നാണ് സൈനിക നീക്കം ഉണ്ടാകില്ല എന്ന് ട്രംപ് പറഞ്ഞിരുന്നത്. ദക്ഷിണ ചൈന കടലിലെ അഭ്യാസങ്ങളിൽ നിന്ന് USS എബ്രഹാം ലിങ്കൺ കാരിയർ സ്ട്രൈക്ക് ഗ്രൂപ്പിനെ മിഡിൽ ഈസ്റ്റിലേക്ക് മാറ്റാൻ ഉത്തരവിട്ടതായി കഴിഞ്ഞയാഴ്ച മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അത് സ്ഥിരീകരിക്കുന്നതാണ് ഇന്നലത്തെ ട്രംപിൻ്റെ പ്രഖ്യാപനം. ഞങ്ങൾ ഇറാനെ ശ്രദ്ധയോടെ നിരീക്ഷിക്കുകയാണെന്നാണ് സ്വിറ്റ്സർലൻഡിലെ ദാവോസിൽ നടന്ന ലോക സാമ്പത്തിക ഫോറത്തിൽ നിന്ന് തിരിച്ച് എത്തുന്നതിനിടെ ട്രംപ് മാധ്യമങ്ങളോട് പറഞ്ഞത്. ഒരു വലിയ നാവിക സന്നാഹം ഇറാനിലേക്ക് നീങ്ങുന്നതായും എന്നാൽ ചിലപ്പോൾ ആ സന്നാഹത്തെ ഉപയോഗിക്കേണ്ടി വരില്ല എന്നും കൂടെ ട്രംപ് പറയുന്നുണ്ട്. പ്രതിഷേധക്കാരെ തൂക്കിലേറ്റുന്നത് തടയാൻ ഇറാനെതിരെ ബലം പ്രയോഗിക്കുമെന്ന തൻ്റെ ഭീഷണി കാരണം 837 പേരെ തൂക്കിലേറ്റുന്നതിൽ നിന്ന് ഇറാൻ പിന്മാറി എന്നാണ് ട്രംപിൻ്റെ വാദം. ഇറാൻ അതിർത്തിയിലേക്ക് അമേരിക്കൻ സൈന്യത്തിൻ്റെ വൻ വ്യൂഹം നീങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നും ഏത് സാഹചര്യവും നേരിടാൻ രാജ്യം സജ്ജമാണെന്നും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരു മുന്നറിയിപ്പ് നൽകി. മാസങ്ങളായി തുടരുന്ന ആഭ്യന്തര പ്രതിഷേധങ്ങൾക്കിടയിലും സംഘർഷം ഒഴിവാക്കാമെന്ന പ്രത്യാശ വാഷിംഗ്ടൺ പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിലും ആ മേഖലയിൽ യുദ്ധഭീതി നിലനിൽക്കുകയാണ്. വ്യാഴാഴ്ച ദാവോസിൽ നിന്ന് മടങ്ങുന്നതിനിടെ എയർഫോഴ്സ് വണ്ണിൽ വെച്ച് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു ഡൊണാൾഡ് ട്രംപ്. ഒരു വലിയ സൈനിക വ്യൂഹം ആ ദിശയിലേക്ക് നീങ്ങുന്നുണ്ടെങ്കിലും ഒരു യുദ്ധമുണ്ടാകാൻ താൻ ആഗ്രഹിക്കുന്നില്ല എന്നും ട്രംപ് പറയുന്നു. വിമാനവാഹിനി കപ്പലായ USS എബ്രഹാം ലിങ്കൺ, നിരവധി ഡിസ്ട്രോയറുകൾ, യുദ്ധവിമാനങ്ങൾ എന്നിവ ഉൾപ്പെടെ വൻ വ്യൂഹമാണ് മിഡിൽ ഈസ്റ്റിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഏഷ്യ പസഫിക് മേഖലയിൽ നിന്നാണ് ഈ സൈനിക നീക്കം തുടങ്ങി വച്ചത്. കൂടാതെ അധിക വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ വിന്യസിക്കുന്നതും പെൻറ്റഗണിൻ്റെ പരിഗണനയിലാണ്. വെനസ്വേലയിൽ നിക്കോളാസ് മഡുറോയെ അട്ടിമറിച്ച അതേ കുതന്ത്രങ്ങൾ ഇറാനിലും പയറ്റാൻ ട്രംപ് ശ്രമിച്ചേക്കും എന്നാണ് റിപ്പോർട്ടുകൾ. വെനസ്വേലയെ സാമ്പത്തികമായി ശ്വാസം മുട്ടിച്ച് ഭരണമാറ്റം സാധ്യമാക്കിയ അതേ പരീക്ഷണങ്ങൾ ഇപ്പോൾ ഇറാൻ്റെ മണ്ണിൽ പയറ്റാനാണ് അമേരിക്ക ഒരുങ്ങുന്നത്. വർഷങ്ങളായി ഇറാൻ്റെ ആത്മവീര്യത്തിന് മുന്നിൽ പതറിപ്പോയ അമേരിക്ക ഇപ്പോൾ ഉപരോധങ്ങൾക്കും അപ്പുറം നേരിട്ടുള്ള കൊലവിളികൾ നടത്തി മുട്ടുകുത്തിക്കാൻ ശ്രമിക്കുകയാണ്. എണ്ണ വ്യാപാരം പൂർണ്ണമായും തടയുക, അന്താരാഷ്ട്ര സാമ്പത്തിക ഇടപാടുകളിൽ നിന്നും ഒറ്റപ്പെടുത്തുക, ജനങ്ങളെ പട്ടിണിക്കിട്ട് ഭരണകൂടത്തിനെതിരായി തിരിക്കുക, ഇതാണ് ട്രംപിൻ്റെ പദ്ധതികൾ. എണ്ണസമ്പത്തിനെ തകർത്ത് വെനസ്വേലയെ ദാരിദ്ര്യത്തിലേക്ക് തള്ളിയിട്ടതുപോലെ ഇറാൻ്റെ ഊർജ്ജ മേഖലയെ ലക്ഷ്യം വെച്ചാണ് പുതിയ ആക്രമണങ്ങൾ. മിസൈലുകൾക്കും ആയുധങ്ങൾക്കും അപ്പുറം ഇന്ന് ലോകം ഭയക്കുന്നത് ഇറാൻ്റെ സൈബർ കരുത്തിനെയാണ്. അമേരിക്കയും ഇസ്രയേലും ഉൾപ്പെടെയുള്ള വൻശക്തികൾ തങ്ങളുടെ അതീവ രഹസ്യമായ ലബോറട്ടറികളിൽ സൈബർ അറ്റാക്ക് വഴി ഇറാനെ തകർക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെല്ലാം ധൈര്യമായി നേരിടാൻ ഇറാൻ്റെ സൈബർ സൈന്യത്തിന് കഴിയുന്നുമുണ്ട്. വെസ്റ്റേൺ രാജ്യങ്ങളുടെ പവർ ഗ്രിഡുകളും ബാങ്കിംഗ് സംവിധാനങ്ങളും ഏത് നിമിഷവും തകർക്കാൻ ശേഷിയുള്ള വൈപ്പർ മാൽവെയറുകൾ ഇറാൻ്റെ കയ്യിൽ ഉണ്ടെന്നതാണ് അമേരിക്കയെ ഭയപ്പെടുത്തുന്നത്. അമേരിക്കൻ നിർമ്മിത മിസൈലുകളെ പോലും നിഷ്പ്രഭമാക്കാൻ ശേഷിയുള്ള സാങ്കേതിക വിദ്യയും ഇറാൻ വികസിപ്പിച്ചത് ഉപരോധങ്ങളിൽപ്പെട്ട് നട്ടം തിരിഞ്ഞ് നിൽക്കുമ്പോൾ തന്നെയാണ്. അങ്ങനെയുള്ള ഇറാനെ ആക്രമിക്കാൻ അമേരിക്കയ്ക്കും ചെറിയൊരു പേടി കാണും. അമേരിക്കയുടെ താഡ്, പാട്രിയറ്റ് പോലെയുള്ള ബാലിസ്റ്റിക് മിസൈലുകളെ പ്രതിരോധിക്കാൻ കഴിയുന്ന സംവിധാനങ്ങളാണ് ഖാസിം ബാസിർ എന്ന ഇറാൻ്റെ മിസൈൽ നിർമ്മാണത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. 1200 കിലോമീറ്ററിലധികം ദൂരപരിധിയുള്ള ഈ മിസൈലിനെ എല്ലാ ഇസ്രയേലി പ്രദേശങ്ങളെയും മറികടക്കാൻ കഴിയുമെന്നും ഇറാൻ പ്രതിരോധ മന്ത്രാലയം അവകാശപ്പെട്ടിരുന്നു. ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് 1, 2 എന്നിവയിൽ നിന്നുള്ള അനുഭവത്തിലൂടെയാണ് കൂടുതൽ ദൂരപരിധിയും പ്രഹരശേഷിയുമുള്ളതുമായ ഈ മിസൈൽ വികസിപ്പിച്ചെടുത്തതെന്ന് ഇറാനിയൻ വക്താവ് എക്സിലൂടെ അറിയിച്ചിരുന്നു. 2024 ഏപ്രിൽ 13 ഇസ്രായേലിനെതിരെ ഇറാൻ നടത്തിയ വ്യോമാക്രമണത്തിൻ്റെ രഹസ്യ നാമമാണ് ഓപ്പറേഷൻ ട്രൂ പ്രോമിസ്. 2024 ഒക്ടോബർ 1 ഇസ്രായേലിനെതിരെ ഇറാൻ നടത്തിയ ആക്രമണത്തെയാണ് ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് 2 എന്ന് അറിയപ്പെടുന്നത്. ഞങ്ങളെ ആക്രമിച്ചാൽ അല്ലെങ്കിൽ ഞങ്ങൾക്ക് മേൽ ഒരു യുദ്ധം അടിച്ചേൽപ്പിച്ചാൽ ഞങ്ങൾ ശക്തിയോടെ പ്രതികരിക്കും. അതിന് രാജ്യം തയ്യാറാണ് എന്നാണ് ഇറാൻ്റെ നിലപാട്.